ഹായ്, ഈ വീഡിയോയിൽ ഞാൻ ഒരു DSLR ക്യാമറേൻ്റെ റിവ്യൂ ആണ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസിലൊരു വലിയ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. സോ ഞാനത്ര കോൺഫിഡൻ്റ് ഒന്നുമല്ല, അത് നിങ്ങൾക്ക് എൻ്റെ വോയിസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവഞ്ച്വലി ഞാനിനി ഫ്യൂച്ചറിൽ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോയിലെ ഡ്രോബാക്സ് ഒക്കെ മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ ലെറ്റ്സ് ഗോ. സോ ദിസ് ഈസ് അബൌട്ട് Canon EOS Rebel T7, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇതിനെ EOS 2000D എന്നും പറയാറുണ്ട്. ഞാനൊരു 4 വർഷമായിട്ട് ഈ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ 2021 ഇത് വാങ്ങിയത്. വാങ്ങിയ സമയത്ത് ഞാൻ അൺബോക്സിങ്ങും പരിപാടികളൊക്കെ ആയിട്ടൊക്കെ ഒരു വീഡിയോ ഇറക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് അപ്പോഴും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പം എനിക്ക് ആ ക്യാമറേനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അതെൻ്റെ ഫസ്റ്റ് ക്യാമറയും കൂടെ ആയിരുന്നു. അപ്പം കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് ഇറക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഈ ക്യാമറ കൊടുത്തിട്ടൊരു പുതിയ ക്യാമറ എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. സോ എന്തായാലും കൊടുക്കണതിന് മുന്നേ ഇത്രയും നാളത്തെ യൂസിൽ നിന്നും ബാക്കി ഞാൻ റിസർച്ച് ചെയ്തതിൽ നിന്നും പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ കെനോൻ്റെ ഈ മോഡൽ ക്യാമറ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ക്യാമറേൻ്റെ രൂപകൽപ്പന വളരെ ക്ലാസിക്കാണ്. നല്ല ഗ്രിപ്പുണ്ട്, സിമ്പിളായ ബട്ടൺസാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും യൂസ് ചെയ്യാൻ എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബോഡി പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് പിടിക്കാനൊക്കെ പറ്റും. പിന്നെ ലുക്സും സാമാന്യം കൊള്ളാം. പക്ഷേ എൻ്റെ സ്ക്രീൻ ടച്ച് അല്ല, അതേപോലെ സ്ക്രീൻ ഫ്ലിപ്പ് ചെയ്യാനും പറ്റില്ല. അതൊരു ലിമിറ്റേഷൻ ആയിരിക്കും. ബിക്കോസ് ഞാൻ പല സമയങ്ങളിലും ലാൻഡ്സ്കേപ്പ് ഒക്കെ എടുക്കാൻ നേരത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് സണ്ണിൻ്റെ ഇടയിലൊക്കെ നിന്ന് എടുക്കുമ്പോഴത്തേനും സ്ക്രീനിൽ ഭയങ്കരമായിട്ട് ഗ്ലെയർ അടിക്കാറുണ്ട്. അപ്പം ഇതൊന്ന് ചെരിച്ച് പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്ലിപ്പ് ഇല്ലാത്തതുകൊണ്ടിട്ട് അത് ഒരു ഡ്രോബാക്ക് ആയിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ഇതിൽ 24.1 MP APS CMOS സെൻസറും ഡിജിക് 4+ പ്രോസസ്സറും ഉണ്ടെന്നാണ് എഴുതിയേക്കുന്നത്. എനിക്കിതിനെപ്പറ്റി ആധികാരികമായി പറയാൻ അറിയാൻ പാടില്ല. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ആൻഡ് ഫീച്ചേഴ്സിലുള്ളതായിരുന്നു. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ISO 6400 വരെ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മാക്സിമം 12800 വരെ. പിന്നെ ഇതിൻ്റെ ഓട്ടോ ഫോക്കസും അത്ര മോഡേൺ അല്ല. 9 AF പോയിൻറ്റ്സ് വരെ എന്തോ പറ്റുള്ളൂ. അപ്പം ബിഗിനേഴ്സിനൊക്കെ ഇത് ഓക്കെയാണ്. പക്ഷെ ഒരു വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത്ര ഹെൽപ്ഫുൾ ആയിരിക്കില്ല. ഫോട്ടോസ് ഡേ ലൈറ്റിലെടുത്താലും നല്ല സൂപ്പറാണ്. ക്യാനൻ്റെ കളർ സയൻസ് കൊണ്ട് തന്നെ നല്ല നാച്ചുറൽ സ്കിൻ ടോൺസും നല്ല ഷാർപ്നെസ്സും ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ വീഡിയോയിൽ 4K ഇല്ല, അത് വേറൊരു ഡ്രോബാക്കാണ്. ഇതിൽ ഫുൾ HD 1080p വരെ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഓഡിയോയ്ക്ക് വേണ്ടി മൈക്ക് ജാക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റേർണൽ മൈക്കാണ് മോസ്റ്റ്ലി ഉപയോഗിക്കേണ്ടി വരുന്നത്. ക്യാമറ ഉപയോഗിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ബിഗിനേഴ്സിനായി നല്ല ഫീച്ചർ ഗൈഡൊക്കെ അവർ ക്യാമറയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 18 to 50 mm കിറ്റ് ലെൻസ് ഉണ്ട്. മേടിക്കുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ വരുന്നതാണ്. സോ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി നമുക്ക് ചാടി പുറപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എക്സ്ട്രാ ആയിട്ടൊന്നും വാങ്ങേണ്ടി വരില്ല. ഈവൻച്വലി നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് അഡീഷണൽ ഐറ്റംസ് ആഡ് ഓൺ ചെയ്യാം. പക്ഷേ ഇതിന്റെ ബേസിക് കിറ്റ് ഇസ് ഇനഫ് ഫോർ എ ബിഗിനർ. പിന്നെ ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യണത് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വൈഫൈ ആൻഡ് NFC സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് ഫോട്ടോസ് ഫോണിലേക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യാനും വളരെ ഈസിയാണ്. ഫയൽസ് ഷെയർ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിരുന്നത് കെനോൻ്റെ തന്നെ കെനോൻ കണക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണത്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ മൊത്തത്തിൽ എനിക്ക് തോന്നിയ പോസിറ്റീവ്സ് ഇസ് ലൈക്ക് ന്യൂബീസിന് വേണ്ടി ഞാൻ പ്രിഫർ ചെയ്യണ ഒരു DSLR ആണ്. പിന്നെ ഈ ക്യാമറ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 2021 ഞാൻ ഈ ക്യാമറ വാങ്ങുമ്പോൾ മൊത്തം ഞാൻ പേ ചെയ്തത് $450 ആണ്. അന്നത്തെ ഒരു കൺവേർഷൻ അനുസരിച്ചിട്ട് Indian rupees 25,000 വരുമായിരിക്കും. ആ പ്രൈസ് ബഡ്ജറ്റിൽ നല്ല ഫോട്ടോ ക്വാളിറ്റി ഉള്ളതുമാണ്. ക്യാനൻ്റെ ലെൻസ് വെറൈറ്റി ഒക്കെ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം ഇൻ ദ ഫ്യൂച്ചർ. പിന്നെ വൈഫൈ ഷെയർ ചെയ്യാൻ എളുപ്പമാണ്. ആൻഡ് സം നെഗറ്റീവ്സ് ഇസ് 4K വീഡിയോ ഇല്ല, ടച്ച് സ്ക്രീൻ ആൻഡ് ഫ്ലിപ്പ് സ്ക്രീൻ ഇല്ല, ഓട്ടോ ഫോക്കസ് അത്ര നൈസ് അല്ല, പിന്നെ മൈക്ക് ജാക്കും ഇല്ല. ഒരു ഫ്യൂച്ചർ പ്രൂഫ് ക്യാമറ ആണോയെന്ന് വെച്ചാൽ അല്ലെന്നാണ് എനിക്ക് തോന്നണേ. ലൈക്ക് ഇനി ഒരു ഫ്യൂച്ചർ അഡ്വാൻസ് യൂസിനായിട്ട്. സോ ഈ ക്യാമറ ആരെ ഉദ്ദേശിച്ച് ഇറക്കിയെന്ന് വെച്ചാൽ ദിസ് ഇസ് മെയിൻലി ഫോർ ഫോട്ടോഗ്രാഫി പഠിക്കാൻ
തുടങ്ങുന്നവരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്യാമറ ആയിട്ട് എടുത്താൽ ടോട്ടലി വർത്ത് ഇറ്റ്, എസ്പെഷ്യലി ഒരു നല്ല ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ കിട്ടിയാൽ. പക്ഷേ യൂട്യൂബ് അല്ലെങ്കിൽ വ്ളോഗിങ് ഒക്കെ സീരിയസ്ലി ചെയ്യാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ മിറർലെസ് ക്യാമറകളിലേക്ക് പോകുന്നതായിരിക്കും ഒരു ബെറ്റർ ചോയ്സ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ റിവ്യൂ അത്രേ ഉള്ളൂ. ഞാൻ ഈ ക്യാമറയിലെടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.